സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് ടെക് ക്രിയേഷനിലേക്ക് ഏവർക്കും നമ്മളൊരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി അങ്ങനെ ജനനായ മൂവി കണ്ടു. ഞാൻ ഫാൻ ഷോ അല്ല കണ്ടത്, ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഷോ ആണ് കണ്ടത്. ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ഫാൻ ഷോ കഴിഞ്ഞിട്ടുള്ള ഷോയിൽ തന്നെയായാലും നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫാമിലിയും യൂത്തും എല്ലാവരും നല്ലപോലെ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പൊങ്കലിൽ ഇറങ്ങുന്ന സിനിമയാണ്, എന്നിട്ട് പോലും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആണ് അണ്ണൻ CM ആയി കഴിഞ്ഞ ശേഷമാണ് ഇറക്കിയത്. ബട്ട് എന്നിട്ട് പോലും തിയേറ്ററിൽ ആൾ കൂടെ പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അതിൻ്റെ പവർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലല്ലോ. ഇതിൽ ജനനായകൻ എന്ന മൂവിയിൽ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ഒപ്പീനിയനാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളിപ്പോൾ മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും കാണാത്തവരാണെങ്കിലും ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വേറെ ഒരു നെഗറ്റീവ് പറഞ്ഞു അത് എൻ്റെ കൂടെ വന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ സിനിമ കാണാൻ പോയതും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒപ്പീനിയനും ആണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വിജയ് പടം എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഈ ജനനായക മൂവി. എനിക്ക് പടം വർക്കായി ഏകദേശം അടിച്ച് ഞാൻ ശരിക്കും തിയേറ്ററിൽ വീട്ടിലല്ല ഇരുന്നത്. ഞാൻ ഡാൻസ് കളിച്ചതുകൊണ്ട് ചില്ല് ചെയ്യുന്നു, മൊത്തം ഡാൻസ് കാര്യങ്ങളൊക്കെ ഒരു ഫുൾ വൈബിലായിരുന്നു. കാരണം വിജയ് ഫാൻസിന് കൂടെയുള്ള കാരണം നമുക്ക് അങ്ങനെ ആ ഒരു മൈൻഡിൽ എങ്ങനെയോ ആ ഒരു വൈബിൽ പോകും. പിന്നെ അതിനപ്പുറം ഈ ഒരു സിനിമ ശരിക്കും ഇത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാണ്ടായിരിക്കാം, ചിലവർക്ക് ഇഷ്ടപ്പെടും, നമുക്കറിയില്ല. പക്ഷേ ഇത് ഒരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വിജയ് ഫാൻ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിലാണ് HB ഒന്ന് എടുത്തിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് ഗൈസ് വിജയണ്ണൻ മത്സരിക്കുന്നതിന് മുമ്പ് ഈ സിനിമ ഇറങ്ങേണ്ടതായിരുന്നു പൊങ്കലിന്. ആ പൊങ്കലിന് ഇറങ്ങേണ്ട പടം ശരിക്കും നിർത്തിവെക്കാനുള്ള കാരണമൊക്കെ ഇതിൽ സിനിമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിജയണ്ണൻ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ബേസിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള കുറച്ച് ഡയലോഗ്സും കുറച്ച് സീൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ഇത് എന്തിനാണ് ഈ ബ്ലോക്ക് ചെയ്തത്, ഇല്ലെങ്കിൽ ഇതെന്തിനാണ് ഈ സിനിമ നിർത്തിവെച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനിൻ്റെ ഒരു രക്ഷയില്ല ഗൈസ്. ഒരു ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫ് ഈ സിനിമ കഴിയുടെ വരെ നിർത്തി കത്തിക്കലായിരുന്നു ഗൈസ്. നല്ല പോലെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ സോങ്സ് വെച്ചിട്ടാണ് പുള്ളി കളിച്ചിരിക്കുന്നത്, അതറിയാലോ. 4 സോങ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നല്ല BGM വെച്ചിട്ട് നല്ല പോലെ കത്തിച്ചു വിട്ടിട്ടുണ്ട്. സോങ്സിന് ഇപ്പോൾ ഈ സീൻസൊക്കെ വരുമ്പോൾ നമുക്ക് അനിയൻ്റെ ആ ഒരു സ്കോറുള്ള കാരണമാണ് നമുക്ക് അവിടെ പിടിച്ചിരുത്തുന്നത്. അത് ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പൂജ, അതുപോലെ തന്നെ പ്രകാശ് രാജ്, മമിതയൊക്കെ നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. മകളായിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വിജയണ്ണൻ്റെ. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ആക്ടേഴ്സ് ഉണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ പറയാം. ഫസ്റ്റ് ഹാഫിനേക്കാൾ ബെറ്റർ സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ശരിക്കും എന്താ പറയുക നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ എந்திര മൂവി പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എந்திരനെ ആ ലെവലിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുക, നേരെ തിയേറ്ററിൽ പോവുക. ദളപതി പടത്തിൽ എന്തൊക്കെ ഉണ്ടാകും? കുറച്ച് ഫൈറ്റ് ഉണ്ടാകും, കുറച്ച് സോങ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ടാകും, കുറച്ചിട്ട് നല്ല പഞ്ച് പോലെ ഡയലോഗ്സ് ഉണ്ടാകും. അത്രേ ഉള്ളൂ. അത് ഞാൻ എല്ലാം വിചാരിച്ചിട്ട് ദളപതി പടം എന്താണെന്ന് ഉദ്ദേശിച്ച് ദളപതി അത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതെല്ലാം പോയിട്ട് നിങ്ങൾ പോവുക, എൻജോയ് ചെയ്യുക, വരിക. അല്ലാതെ നിങ്ങളെ പോയിട്ട് സിനിമ കണ്ടിട്ട് സിനിമ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് ഇതെന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ, ഈ സീൻ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്, അതെന്തോ ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്തോ ഇതുണ്ട്, അതെല്ലാം നോക്കിപ്പോയാൽ പടം വർക്കാവില്ല ഗൈസ്. പടം ഞാൻ കഥനെപ്പറ്റി യാതൊരു രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം ഡാൻസും ഇല്ലെങ്കിൽ വിജയണ്ണൻ്റെ ആ സ്കോറും ഇല്ലെങ്കിൽ ആ ഓറ, അതുപോലെ തന്നെ ടൈറ്റിൽ കാർഡും എല്ലാം കൊണ്ടും പോവുക, എൻജോയ് ചെയ്യുക, വരിക, അത്രേ ഉള്ളൂ. അപ്പുറേച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരു 5 ഒരു 3 കൊടുക്കുക ഗൈസ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പടം വർക്കായി പറഞ്ഞാൽ ടൈറ്റിൽ കാർഡൊക്കെ തിയേറ്ററിൽ കത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനനായകൻ എന്ന സോങ്സ്, അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ദളപതി കച്ചേരിയൊക്കെ നല്ലപോലെ നിർത്തി കത്തിച്ചിട്ടുണ്ട്. അത് ഒരു ജനനായക മൂവി എൻഡിലാകുമ്പോഴേക്കും 3 ഗസ്റ്റ് റോൾ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് സിനിമ മറ്റേ ദ ബിഗിനിങ് പറഞ്ഞിട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മുടെ ഡയറക്ടറിൻ്റെയും വിജയണ്ണൻ്റെയും എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഒരു മാഷപ്പ് വരുന്നുണ്ട്. അത് ഈ ടീം തന്നെ, ഇവരുടെ പ്രൊഡക്ഷൻ ടീം തന്നെ അത് റെഡിയാക്കിയതായിരുന്നു. അത് ശരിക്കും ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്നൊരു മാഷപ്പ് ആയിരുന്നു. കാരണം നല്ലൊരു ഫീലാകുന്നുണ്ട്. നമ്മൾക്കൊരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും അത്
ശരിക്കും ഫീൽ ആവും. കണ്ടിട്ടുള്ള ഓരോ സിനിമയും വിജയ് ഫാൻ കണ്ടിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരായാലും ഫാനാണെന്നുണ്ടെങ്കിലും ഫാൻ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് ഫീൽ ആകും കഴിയും. അതുപോലെയാണ് ആ മാഷപ്പ് ഇട്ടിരിക്കുന്നത്. പഴയ എല്ലാ കഥാപാത്രവും കാര്യങ്ങളും മീൻസ് വിജയണ്ണൻ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ നല്ല നല്ല ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു മാഷപ്പ് ഒരു സിനിമയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടും സെറ്റാണ്. ശരിക്കും അത് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നല്ല ഇത്തോളമായ ആ മനുഷ്യനെ സ്നേഹിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അതെല്ലാം ഈ ഒരു സിനിമയിൽ തന്നെ ഉണ്ട്. എനിക്കിപ്പോൾ വിജയ് എന്ന പേരിലൂടെ വന്ന് പിന്നെ അത് ഇളയ തളപതി വിജയായി, പിന്നെ തളപതി വിജയായി, ഇപ്പോൾ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ തളപതി വിജയ് എന്ന് മാറിയതിന് ശേഷം ഈ സിനിമ കാണുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് അന്ന് തൊട്ട് നിങ്ങൾ എന്നാണോ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, ആരാധിക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ സിനിമയിൽ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. കഴിഞ്ഞു ഗൈസ്. ഇനി എപ്പോഴാണോ ഇനി എന്താണോ ഇനി 2-3 വർഷങ്ങൾക്ക് ശേഷം ഇനി പടം ചെയ്യുമോയെന്ന് പോലും നമുക്കറിയില്ല. അടുത്ത സിനിമയൊന്നും ഉണ്ടാകും തോന്നുന്ന ചാൻസ് ഇല്ല. പടം തന്നെ കൊണ്ട് നിർത്താനാണോ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് സിനിമ കൊണ്ട് നിർത്തുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോവുക, പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഇന്ന് തൊട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ളൂ. പോയി വിജയ് ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അഭിജിത്ത് സാനിങ് ഔട്ട്.